മോഹൻലാൽ, മമ്മൂട്ടി എന്നിവർക്ക് ശേഷം മലയാള സിനിമയിലെ സൂപ്പർ താരമായി കണക്കാക്കപ്പെടുന്ന വ്യക്തിയാണ് സുരേഷ് ഗോപി. ഒരു കാലത്ത് വമ്പൻ ഹിറ്റുകൾ സമ്മാനിച്ച താരം ദേശീയ പുരസ്കാരം ഉൾപ്പെടെ നേടി തന്റെ മികവ് തെളിയിച്ചിരുന്നു. എന്നാൽ അടുത്ത കാലത്തായി സിനിമയിൽ നിന്ന് മാറി നിലനിന്നുകൊണ്ട് രാഷ്ട്രീയത്തിൽ സജീവമായി പ്രവർത്തിക്കുകയാണ് അദ്ദേഹം. നിലവിൽ കേന്ദ്രമന്ത്രിയും തൃശൂരിന്റെ എംപിയുമാണ് സുരേഷ് ഗോപി. എന്നാൽ മന്ത്രിസ്ഥാനത്ത് എത്തിയതിനു ശേഷം പല കോണിൽ നിന്ന് അദ്ദേഹത്തിന് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പെരുമാറ്റ രീതിയും വാക്കുകളും ഒക്കെ എതിർപ്പ് ക്ഷണിച്ചു വരുത്തുകയായിരുന്നു. അടുത്തിടെ തന്റെ മണ്ഡലമായ തൃശ്ശൂരിൽ നടന്ന കലങ്ക് സമ്മേളനം എന്ന പരിപാടിയുടെ പേരിൽ സുരേഷ് ഗോപി ഏറെ ട്രോളുകൾ ഏറ്റുവാങ്ങിയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ വിമർശിക്കുകയാണ് സംവിധായകൻ കൂടിയായ ശാന്തപല ദിനേശ്. എന്തുപറ്റി ഈ സുരേഷ് ഗോപിക്ക് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അദ്ദേഹത്തെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് ഏകദേശം 35, 40 വർഷങ്ങളായി. ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യനായിരുന്നു. അദ്ദേഹം കരുണാകരന്റെ സപ്തതിക്ക് ആഹാരം വിളമ്പാൻ നടക്കുമ്പോൾ ആയാലും, മലമ്പുഴയിലെ VSന്റെ പ്രചാരണം നടക്കുമ്പോൾ ജീപ്പിൽ അനുവാദമില്ലാതെ വലിഞ്ഞു കയറിയായാലും വലിയ കുഴപ്പങ്ങൾ ഒന്നുമില്ലായിരുന്നു. BJPയിൽ പോയപ്പോൾ ആയാലും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. കേരളത്തിൽ ഞാൻ വേറൊരു അല്പന ഉണ്ടാവരുത് എന്ന രീതിയിൽ എന്തൊക്കെ കള്ളത്തരങ്ങളാ ഈ മനുഷ്യൻ പറയുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. കലുങ്ക് സമ്മേളനം, അതായത് തേങ്ങാ സമ്മേളനം എന്നൊക്കെ പറഞ്ഞ് ഒരു കലങ്കിൽ കയറി ഇരുന്ന് എന്തൊക്കെ വങ്കത്തരങ്ങളാണ് പറയുന്നതെന്ന് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ശബരിമലയിലെ സ്വർണ്ണപ്പാളി കാണാതായ വാർത്ത മുക്കാനാണ് ദുൽഖർ സൽമാന്റെയും പൃഥ്വിരാജിന്റെയും വീട്ടിൽ കസ്റ്റംസ് നടത്തിയതെന്ന് സുരേഷ് ഗോപി പറയുന്നു. ഈ കലങ്ക് സമ്മേളനമാണ് പറയുന്നത്. നമ്മൾ മണ്ടത്തരങ്ങൾ പറയുന്ന ആളുകൾ പൊട്ടൻ എന്ന് വിളിക്കാറുണ്ട്. അതിലും കൂടുതൽ ഐറ്റങ്ങൾ പറയുമ്പോൾ നമ്മൾ മരപ്പൊട്ടൻ എന്ന് വിളിക്കാറുണ്ട്. പക്ഷെ അതിനപ്പുറം കായാൽ എന്ത് വിളിക്കും എന്നതായിരുന്നു ചോദ്യം. കസ്റ്റംസ് ആയാലും ആയാലും കേന്ദ്ര സ്ഥാപനമാണ് എന്ന സാമീപ്യം വിവരം പോലും ഇല്ലാത്ത ആളല്ല സുരേഷ് ഗോപി. എന്നാലും മൈക്ക് കിട്ടിയാൽ വെച്ച് കാച്ചുന്നത് ഇങ്ങനെയൊക്കെയാണ്.